നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ കിരീടം നമുക്ക് നേടണം. ഈ എൽ ക്ലാസിക്കോ പോരാട്ടം നമുക്ക് വിജയിച്ചേ പറ്റൂ. കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ നമ്മൾ ബെർണാബോയിൽ തോറ്റപ്പോൾ അവരെല്ലാവരും കൂടി ലാമിനെ ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ. അതുകൊണ്ട് കളിക്കളത്തിൽ നമുക്ക് നന്നായിട്ട് പോരാടണം. ഈ കിരീടം കൊണ്ടുപോയേ പറ്റൂ. ബാഴ്സ താരങ്ങളോട് റയൽ മാഡ്രിഡിനെതിരെയുള്ള സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനലിന് മുമ്പ് കാര്യങ്ങൾ സംസാരിച്ചത് ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞയായിരുന്നു. അപ്പോൾ റൊണാൾഡോ അറൗഹോയും സംസാരിച്ചു. റാഫീഞ്ഞ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവോ കാര്യങ്ങൾ പുറത്തു വിടുന്നു. സൂപ്പർ കോപ്പ ഫൈനലിന് മുമ്പ് റാഫീഞ്ഞ ഒരു ലോങ് സ്പീച്ചാണ് ഡ്രസ്സിംഗ് റൂമിൽ നടത്തിയത്. താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൂടുതൽ ആവേശഭരിതനാക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം പ്രധാനമായിട്ടും മെൻഷൻ ചെയ്ത കാര്യങ്ങളിലൊന്ന്, കഴിഞ്ഞ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മാഡ്രിഡ് എന്ത് ചെയ്തു, അവർ ലാമിൻ യമാലിനെ അവർ വിജയിച്ച ശേഷം ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, നമ്മുടെ ടീമിനെ അപമാനിക്കാൻ ശ്രമിച്ചു. സോ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് റാഫീഞ്ഞ അവിടെ വെച്ച് പറഞ്ഞു. കൂടാതെ റാഫീഞ്ഞയെ കൂടാതെ സംസാരിച്ച മറ്റൊരാൾ റൊണാൾഡോ അറൗഹോയായിരുന്നു. അദ്ദേഹവും ഈ മത്സരം വിജയിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു. റാഫീഞ്ഞയാണ് ഇപ്പോൾ ബാഴ്സലോണ ഡ്രസ്സിംഗ് റൂമിൻ്റെ ലീഡർ. ഹൻസി ഫ്ലിക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന താരവും റാഫീഞ്ഞയാണ് എന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ആ കാര്യത്തിലൊരു സംശയവുമില്ല. ബാഴ്സ ടീമിൽ ഏറ്റവും അധികം ഹൻസി ഫ്ലിക്ക് ട്രസ്റ്റ് ചെയ്യുന്ന കളിക്കാരിൽ ഒരാൾ റാഫീഞ്ഞ തന്നെയാണ്. അത് എപ്പോഴും തുറന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാറുമുണ്ട്. റാഫീഞ്ഞ ആവട്ടെ ഒരു കംപ്ലീറ്റ് ടീം മാനായിട്ട് ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അവിടെ കളിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സൂപ്പർ കോപ്പ ഡി എസ്പാന വിജയിച്ച ശേഷം റാഫീഞ്ഞ തന്നെ പറഞ്ഞു, ഫ്ലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ബാഴ്സലോണയിൽ തുടരുമായിരുന്നില്ല എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.